പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മൾ കൈത്താക്കാലം 5-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന വിഷയം 4 സുവിശേഷം ഉൾപ്പെടെയുള്ള വചനഭാഗങ്ങളിലൂടെ തിന്മ, തിന്മയ്ക്കുള്ള പരിഹാരം, തിന്മ ചെയ്യുന്ന ആളിൻ്റെ പതനം, പിന്നെ തിന്മയിലേക്ക് നയിക്കുന്ന ശക്തികളെ തിരിച്ചറിയേണ്ട ആവശ്യകത, അവസാന സുവിശേഷത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബെൽസബൂലിന്റെ ശക്തി കൊണ്ടാണെന്ന് പറയുന്നതുകൊണ്ട് കർത്താവ് പറയുന്ന മറുപടി. ഇതൊക്കെയാണ് ഈ ഞായറാഴ്ച നമുക്ക് വചനധ്യാനത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു ശക്തി വിശേഷമാണ് ഈ തിന്മ എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ളതല്ല. പുറമേയുള്ള ശക്തിയുണ്ട്, നമുക്കറിയാം. തിന്മയുടെ ശക്തി ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തിന്മയുടെ ശക്തികളാണ്. നമ്മുടെ അഹംഭാവത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന, ദൈവം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ദൈവമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന മനോഭാവത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. ആദ്യം ഇവിടെ നൽകുന്നത് ഈ തിന്മയ്ക്കുള്ള പാപപരിഹാരം ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പാപപരിഹാര ദിനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യോം കിപ്പൂർ എന്ന് പറയും. ഇന്ന് ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ഒക്ടോബർ 7 ആ ദിനമായിരുന്നു. ആ ദിനത്തിൽ അവർ സർവത്ര എല്ലാവരും ഒന്നിച്ച് സമ്മേളിച്ച് ഒരുപാട് വചനവായനൊക്കെ നടത്തുന്ന ദിനമാണ്. അന്നാണ് ഹമാസിൻ്റെ ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്ത് 1500 പേരെ വധിക്കുകയും 253 പേരെ ഇങ്ങനെ ബന്ദികളായിട്ട് കൊണ്ടുപോയി സംഭവം നമുക്കറിയാം. പാപപരിഹാര ദിനമാണ്. വാസ്തവത്തിൽ പലപ്പോഴും അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ ദിനത്തിലാണ്. ആ ദിനത്തിൽ ഇവരൊന്നും പോകില്ല. ഇസ്രായേലിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ കയറി ആരെ അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ അവരെ വിടുകയുമില്ല. ഇതങ്ങനെ രീതി അതാണ്. പണ്ടും അതിനു മുമ്പ് തന്നെ 1947 പിന്നെ 67 ഒക്കെ ഉണ്ടായിരുന്ന 6 ദിവസ യുദ്ധത്തിലൊക്കെ കണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് 73 അത് തന്നെയാണ് ഈ അടുത്ത ഘട്ടങ്ങളിലുണ്ടായ സംഗതി. എന്നിട്ട് അവരെ ശത്രുവിനെ നിരം പരിശാക്കാനുള്ള ഒരു ആന്തരിക ശക്തി ഇവരിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അവരന്ന് പാപപരിഹാരം ബലിയായിട്ട് ചെന്ന ചുരുക്കത്തിൽ ആദ്യമേ വായനയ്ക്ക് മുമ്പ് തന്നെ അതിനൊക്കെ പറയാം. അവർ പാപപരിഹാര ദിനത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വചനവായന തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് 2 ആട്ടിൻകുട്ടികളെ, ഒന്നിനെ ദേവാലയത്തിൽ ബലിയർപ്പിച്ചിട്ട് അതിൻ്റെ രക്തം കൊണ്ട് അവിടെയെല്ലാം തളിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളൊരു ചിന്ത. മറ്റ് മതങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആ ബലിയർപ്പണ രീതികൾ. വേറൊന്നിനെ അസ്സലേൽ എന്ന് പറയുന്ന ആളിൽ കൊടുത്തയച്ചിട്ട് അതിനെ ഒരു 4 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയിടുക്കിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ കഴുത്തിൽ കയറ് കെട്ടി ഒരു കല്ലും കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് അതിനെ ഉന്തിയിട്ട് തള്ളി അതിനെ വധിക്കും. ആ സമയത്ത് സംഗീതം ആലപിച്ചുകൊണ്ട് പാപപരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ മേൽ പ്രധാന വിരോധന കൈകൾ വെച്ചിട്ട് പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് ഈ പാവം മുഴുവൻ ഈ പാവം ആട്ടിൻ്റെ മേൽ അവരോധിച്ചിട്ട് പറഞ്ഞു വിടുകയാണ്. നോക്കുക, ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപയോന്നാൻ പറയാൻ കാരണം എന്താണെന്ന് നോക്കിക്കേ. അപ്പം അതാണ് പാപപരിഹാര ദിനത്തിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങ്. രണ്ടാമത്തേത് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ആ മൃഗത്തിൻ്റെ രക്തം എടുത്തുകൊണ്ട് ബലിപീഠത്തിന്മേൽ ആളുകളെ തളിക്കുക, ശുദ്ധീകരണം നടത്തുക എന്നുള്ളതാണ്. അത് അന്നത്തെ വായനയിൽ വരുന്ന ഭാഗം. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് ആദ്യമേ ഇതങ്ങ് പറഞ്ഞേച്ചത്. ഇങ്ങനെ ഒരു ചടങ്ങാണ് ഈ ദിനത്തിൽ നടത്തുക. പാപപരിഹാര ദിനം എന്ന് പറഞ്ഞാൽ പെസഹ പോലെ തന്നെയാണ് അവർക്ക്. അതുകൊണ്ട് ഇസ്രായേൽ നിങ്ങൾക്കറിയാം നിയമമുണ്ടായിരുന്നു. പുരുഷന്മാർ 4 പ്രധാനപ്പെട്ട തിരുനാൾ അവർക്ക് കമ്പൽസറി ആയിട്ട് വന്നിരിക്കണം. ഒന്ന് കൂടാര തിരുനാൾ, പിന്നെ പാപപരിഹാര ദിനം, പിന്നെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെസഹ തിരുനാൾ, പിന്നെ പുത്തരി തിരുനാൾ. നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആഘോഷമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പെസഹയൊക്കെ ദേവാലയക്കേന്ദ്രീകൃതമാക്കിയ ജോസിയ രാജാവാണ്. ഹെസക്കിയ രാജാവിനെ തുടർന്ന് വന്ന് ജോസിയ രാജാവാണ് ആക്കി തീർന്നു. അതോടുകൂടി വലിയ സംഭവമായിട്ട് അത് മാറുകയും കൂടാരത്തിൽ നിന്നാളുടെ അവസാനത്തിലാണ് കർത്താവ് അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് ആർക്കെങ്കിലും ദാഹിക്കും എന്നിൽ നിന്ന് കുടിക്കട്ടെ, നിത്യത്തിലേക്ക് നിർഗളിക്കുന്നുണ്ട് ജീവൻ്റെ ജലം അവൻ്റെ ഉള്ളിൽ പ്രദാനം ചെയ്യുമെന്ന് പറയേണ്ട കാരണം അവിടെ ജലം എടുത്തൊഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലോകത്തിന് പ്രകാശം എന്ന് പറയാൻ കാരണം അവിടെ മഹനീയമായ രീതി, കമനീയമായ രീതി ദീപക്കാഴ്ച അലങ്കരിക്കപ്പെട്ട ദേവാലയം ഇസ്രായേൽ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാം. അതൊരു പ്രതീകമായിരുന്നു, ദൈവം പ്രകാശമാകുന്ന പ്രതീകം. ആ പ്രതീകാത്മകതയുടെ യാഥാർത്ഥ്യമാണ് ഈശോ. ഞാനാണ് ലോകത്തിന് പ്രകാശം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രതീകാത്മകത അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലൊക്കെ കാണുക. ഇവിടെ നമ്മളിന്ന് കാണുന്നത് ലേവായ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 20 തൊട്ട് 28 വരെ വാക്യങ്ങളാണ്.
ശ്രീകോവിലിനും സഭാപ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം നോക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ദേവാലയത്തിന് വേണ്ടി. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും എല്ലാ അക്രമങ്ങളും ഏറ്റു പറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങിയിരിക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞ് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തിലേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്നയാൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയല്ല, മുകളിൽ പാറക്കെട്ടിന് മുകളിൽ കയറിയിട്ട് തട്ടിയിട്ട് കൊല്ലുക ചെയ്യും. അനന്തരം അഹ്റോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ മാറ്റിവെക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് വച്ച ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം. പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടി കൂടി, നമുക്കൊരു പ്രധാന പുരോഹിതനുണ്ട്, തനിക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യേണ്ടതില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ആ പൗലോസ്ലീഹ പറയുന്ന കാര്യം നമ്മൾ ഓർത്ത് നോക്കുക, എബ്രായർക്ക് ലേഖനത്തിലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ബലിമൃഗത്തിൻ്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. കോലാടിന് അസലേലിന് വേണ്ടി കൊണ്ടുപോയവർ, അസലേൽ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ കൊണ്ടുപോകുന്നയാൾ, തൻ്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിന് ശേഷമേ പാളയത്തിൽ വരാവൂ. ശുദ്ധീകരണമാണ്. ശ്രീകോവിലിൽ പാവപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയോ ഒരു ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ച് കളയണം. അത് ദഹിപ്പിക്കുന്നവൻ തൻ്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കും. ഇതാണ് വായന. പെട്ടെന്ന് നോക്കിയാൽ ഇതൊന്നും ഒരു കളിയായിരിക്കും. പക്ഷെ അന്ന് നിലനിന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. മറ്റ് വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അന്ന് ഈ പറയുന്ന ഈ ബാബിലോണിലെ ബേൽ, അതുപോലെ നാബു, ഈ ആരാധനമൂർത്തികൾക്ക് നൽകപ്പെട്ടിരുന്നത് ഇങ്ങനെയുള്ള ബലികളാണ്. അവർ എണ്ണയും സുഗന്ധ തൈലവും കൊണ്ട് ശരീരമൊക്കെ കഴുകി മറ്റുള്ള ചെമ്മരിയാടിൻ്റെ തല വെട്ടി രക്തം ഒഴുകുന്ന ഉടൽ കൊണ്ട് ക്ഷേത്രങ്ങളിൽ ഒഴിയും, ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ഒഴിയും. അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തലയും മറ്റൊരാൾ ഉടലും യൂഫ്രട്ടീസ് നദിയിൽ എറിഞ്ഞ് കളയും. അപ്പോൾ അശുദ്ധത നീങ്ങിയെന്ന് അവർ ധരിച്ചിരുന്നു. എന്നിട്ട് ആ ശവം, ആ ചുമന്നവരെ 7 ദിവസം പട്ടണത്തിന് വെളിയിൽ താമസിക്കണം. ഇതെവിടെയാണ്? ബാബിലോണിൽ നടന്നിരുന്ന ചടങ്ങാണ്. മറ്റ് മതങ്ങളുടെ സ്വാധീനമൊക്കെ ഇസ്രായേൽ വരും, നമുക്കറിയാം. അവിടെ നടക്കുന്ന ചടങ്ങ് തന്നെയായിരിക്കും ഇവിടെ നടക്കുന്ന അതേപോലെ. പക്ഷേ ഇവിടെ അർത്ഥം വേറെയാണ്. ഇവിടെ പാപപരിഹാര ബലിയായിട്ട് ദൈവം തന്നെ തൻ്റെ ഏകജാതനെ പറഞ്ഞയച്ചതിന് മുന്നോടിയും പ്രതീകവുമായിട്ടുള്ള ബലിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പാപപരിഹാരം നടക്കുന്ന ആളിനെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കാൻ കാരണമായത്. കർത്താവിൻ്റെ അഭിസംബോധന ഇത് അങ്ങനെയാണ്. ഹിത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിനിടയിൽ പകർച്ചവ്യാധി ഉണ്ടായാൽ ഒരു സ്ത്രീയെയും ആടിനെയും പാളയത്തിന് നടുവിലൂടെ ഓടിക്കും. അവിടെ ഒരു സ്ത്രീയെ ബലിയർപ്പിക്കാൻ പോവാം, ഒരാടിനെയും പാളയത്തിന് നടുവിലൂടെ ഓടിക്കും. പിന്നെ രണ്ടിനെയും ശത്രു പാളയത്തിന് നേരെ പായിക്കും. എന്ന് ഇരുവരെയും ശത്രുക്കൾ ദേവന്മാർക്ക് ബലി അർപ്പിക്കും. നരബലി ഉണ്ടായിരുന്ന ഘട്ടം ഓർത്ത് നോക്കുക. ആ സ്ത്രീ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തെല്ലാം തരത്തിലുള്ള ബലികൾ. അപ്പൊ യഹൂദൻ ചെയ്തിരുന്നതാണ്. പാപപരിഹാര ജനയ്ക്ക് വേണ്ടി ബലി അർപ്പിച്ച ശേഷം അസുലേലിനായി മാറ്റിവെച്ചിരിക്കുന്ന ആടിൻ്റെ തലയിൽ പ്രധാന പുരോഹിതൻ കയ്യിൽ വെച്ചിട്ട് ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ടതാണ്. എന്നിട്ട് ജനത്തിൻ്റെ പാപം മുഴുവൻ ആടിൻ്റെ മേൽ ചുമത്തുന്നു. ആടിനെ ഒരാൾ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. ജനം അതിൻ്റെ അന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ രോമം വലിച്ചു പറിക്കുകയും മുഖത്ത് അതിൻ്റെ തുപ്പുകയും വടികൊണ്ട് അടിക്കുകയും കുത്തി പീഡിപ്പിക്കുകയും ചെയ്യും. കർത്താവിന് നേരിടേണ്ടി വന്ന ആ കാര്യങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നു. അവർ രോമം വലിച്ചു പറിച്ചു, അവർ മുൾച്ചാട്ട് കൊണ്ട് അടിച്ച് ശരീരം ചതറിച്ചു, മുൾമുടി ധരിപ്പിച്ചു. ഇതൊക്കെ ഇതിൻ്റെ പ്രതീകാത്മകത ഇവിടെ നിൽപ്പുണ്ട്. ഇതിനകത്ത് ജെറുസലേമിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്ക് ഒരു പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് അതിനെ കൊണ്ടുപോകും. കഴുത്തിൽ ചരടിൽ വലിയ കല്ല് കെട്ടി താഴേക്ക് തള്ളിയിട്ട് കൊല്ലും. അപ്പോൾ ജനം പാപങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് തേടി അവർ സംഗീതം ആലപിക്കും. സക്കറിയായിട്ട് ദർശനത്തിൽ 5:5-11 വരെ കാര്യങ്ങൾ ഈ ദർശനം പറയുന്നുണ്ട്. ദുഷ്ടതയുടെ പ്രതീകമായ ഒരു സ്ത്രീയെ ഏഫായ്ക്കുള്ളിൽ വെച്ച് ഷീനാർ ദേശത്തേക്ക് പറത്തിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള ദർശനം സക്കറിയ ദീർഘദർശി കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാപപരിഹാര ബലിയാണ്. അപ്പോൾ പാപം വഹിക്കുന്ന കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതിന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ റൂട്ടുണ്ട് എന്ന കാര്യം നാം ഓർക്കണം.
അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരുമ്പം അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട് എന്ന് നമ്മൾ വായിക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ആദ്യം അത് വായിക്കും, അതെങ്ങനെ അറക്കപ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? അറക്കപ്പെട്ട് കഴിഞ്ഞ് ചത്തില്ലേ? ഇത് നേരെ തിരിച്ചാ. അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞാൽ മരിച്ച് ഉത്താനി നിൽക്കുന്ന ഈശോ എന്നതിൻ്റെ അർത്ഥം. അവിടെ പ്രധാന പുരോഹിതന് അവിടെ തൻ്റെ വസ്ത്രം മാറ്റിയിട്ട് അവിടെ പോയി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ വിശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം നാം കാണുന്നതാണ് അയാളും അതുപോലെ തന്നെ കൊണ്ടുപോയ ആൾക്കാരും എല്ലാം കുളിച്ച് രോഗശുദ്ധി ചെയ്ത് വസ്ത്രം മാറി സമൂഹത്തോട് ചേരുകയാണ്. അപ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 103-ാം സങ്കീർത്തനം അവർ ആലപിക്കും. അവിടെ എന്താണ്? എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമം പുകഴ്ത്തുക എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ആലപിക്കും അവർ. അതുകൊണ്ട് അത് മുഴുവൻ പാപപരിഹാര കർമ്മമായിട്ട് വരികയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ട? ഏറ്റവും പ്രധാന സംഗതി, പാപം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും ബാധിക്കുന്നു എന്നുള്ള ഒരു സത്യം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാണ് പരസ്യമായ പാപപരിഹാരം വേണ്ടി വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്ത് സംഭവിക്കുന്ന പാപപരിഹാരം നടക്കുന്ന മാത്രമല്ല, സമൂഹത്തോടു കൂടി രമ്യപ്പെടുകയാണ്. സമൂഹത്തെ പ്രതിനിധിയായിട്ടാണ് വൈദികൻ അവിടെ നിൽക്കുന്നത്. വൈദികനോട് ഏറ്റു പറയുമ്പോൾ സമൂഹത്തിൽ രമ്യപ്പെടുക. അപ്പം അതിനകത്ത് ആ ഘടകം കൂടി ഉണ്ട്. മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം മോചിക്കാൻ അധികാരമുണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾ കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന ആ സംഭവം ഈശോ മിശിഹായുടെ പാപമോചന അധികാരം എടുത്ത് വ്യക്തമായിട്ട് അരക്കിട്ട് ഉറപ്പിച്ച് അടിസ്ഥാനപ്പെടുത്തിയ ആ സംഭവത്തെ സഭയിലൂടെ തുടരുന്നതാണ് പാപസംഘത്തിൽ എഴുതിയിരിക്കുന്ന വൈദികനെ. അപ്പോൾ വൈദികൻ സമൂഹത്തിന് പ്രതിനിധിയാകുമ്പോൾ സമൂഹത്തോട് രമ്യപ്പെടുകയാണ്. അപ്പോൾ ആ രമ്യത എന്ന് പറഞ്ഞാൽ അശുദ്ധിയുടെ നീക്കം ചെയ്യലും രമ്യതയും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. അപ്പം പാപമോചനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, അതാണ് എൻ്റെ വ്യത്യാസം. അവിടെ അവരെ പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തിയുടെ ഫലമായിട്ട് മോചനം കിട്ടാൻ അവർ ധരിച്ചുവെങ്കിൽ നമ്മൾ ധരിക്കുന്നതിന് തിരിച്ചാണ്. പാപമോചനം കർത്താവിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ആ കുരിശുമരണം, ആ പാപമോചനവും രക്ഷയും, കുർബാനയെ പറഞ്ഞില്ലേ പാപമോചനവും രക്ഷയും കൈവരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ തൻ്റെ പുത്രനേക്കാൾ അധികമായി ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ പുത്രനെ നൽകി. പാപപരിഹാരം എന്ന് പറയുന്നത് അവിടെ ഈശോ മിശിഹാ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ദാനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പം ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ്. വസ്തും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ബാബിലോൺ ഒരുപാട് തിന്മ ചെയ്തു, ഭയങ്കരമായിട്ട് തിന്മ ചെയ്തു. നമ്മുടെ ജനത്തായിട്ട് കണ്ടമാനം പീഡിപ്പിച്ചു. ഭാര്യ ദൈവത്തിൻ്റെ ശിക്ഷയായിരുന്നെങ്കിൽ പോലും അത് വളരെ 50 വർഷത്തെ നിന്നുള്ളൂ. BC 587 മുതൽ BC 537 വരെ 50 വർഷക്കാലം പീഡിപ്പിക്കപ്പെട്ടവർ. ഈജിപ്തിൽ അനുഭവിച്ച റെപ്പറ്റീഷൻ. രണ്ടാം പുറപ്പാട് നടക്കാൻ പോകാം. അതിനു മുമ്പ് ഏശയ്യാ മുൻകൂട്ടി 14 അധ്യായമായിട്ട് പറയുക ബാബിലോണെതിരായിട്ടുള്ള പ്രവചനമായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് പറയാം. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? കാരണം ആകാശത്തിരിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ബാബിലോൺ രാജാവ് ഇരിക്കും. നമുക്ക് കേൾക്കാം. കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവനെ സ്വന്തം ദേശത്തേക്ക് സ്ഥാപിക്കുകയും ചെയ്യും. വിജാതിയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളായും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തുകയും ചെയ്യും. മുൻകൂട്ടി പ്രവചനമാണ്. ഏതവസ്ഥയിലാണ്? അടിമത്തത്തിൽ കിടന്ന് ഒഴുകുമ്പോഴാണ് പ്രവാചകർ പറയുന്നത്. പക്ഷെ പ്രവചനം പൂർത്തിയാക്കപ്പെടും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാരിദ്ര്യവും കഠിന വേദനയും അതൊക്കെ നീക്കി നിനക്ക് വിശ്രമം നൽകപ്പെടുമ്പോൾ ബാബിലോൺ രാജാവിനെ കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കും. എന്നാ പറയുന്നത്? മർദ്ദകൻ നീ എങ്ങനെ നശിച്ചു പോയി. മർദ്ദകനാണ് ബാബിലോൺ രാജാവ്. അവൻ്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു, അഹങ്കാരി എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടന്റെ ദിണ്ണുക്കൾ തകർത്തിരിക്കുന്നു. കോപാവശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദനഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളെ ചെങ്കോല് അവിടുന്ന് തകർത്തിരിക്കുന്നു. വളരെ ക്ലിയറായിട്ട് മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അതായത് ഇയാൾ വന്നു കഴിഞ്ഞ് കീഴടക്കി ഇയാളെ സൈറസ് ചക്രവർത്തി കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജനം തിരിച്ചു വന്നു കഴിയുമ്പോൾ ശാന്തതയുണ്ടായി. ഇങ്ങനെയാണല്ലോ സംഭവം. ചരിത്രം അങ്ങനെയല്ലേ. ബാബിലോൺ രാജാവിനെ കീഴടക്കുന്ന ആരാ? സൈറസ് ചക്രവർത്തിയാണ്. സൈറസ് ചക്രവർത്തി കത്താന എങ്ങളൊരു ഉദാഹരണം. പേർഷ്യൻ ചക്രവർത്തി അദ്ദേഹം വന്ന് ബാബിലോൺ രാജാവിനെ കീഴടക്കിയതിനു ശേഷം ഇസ്രായേലിനോട് പൊക്കോളാൻ പറഞ്ഞു.
പോയി അവിടെ ചെന്ന് ദേവാലയം പണികരിപ്പിച്ചു എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. എസ്രാ നെഹ്മിയ ഭാഗങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ ഗാനം ആലപിച്ച് ഉല്ലസിക്കുന്നു. സർളമരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ച് പറയുന്നു. കാരണം എന്നാ, ഇവർ കയറി, ഈ ശത്രുക്കൾ മറ്റുള്ള അധിനിവേശം നടന്ന രാജ്യങ്ങൾ കയറി ലെബനോനിലെ ദേവദാരുക്കളൊക്കെ കട്ടുവെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് മരങ്ങൾ പറയുന്നതായിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ഞങ്ങളെ വെട്ടാൻ പറ്റില്ലോ, സന്തോഷം എന്ന് പറയാം. നീ വീണു പോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടി വീഴ്ത്താൻ വരുന്നില്ലെന്ന് പറയും. മരം വിളിച്ചു പറയും. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. ഇപ്പം നരകത്തിൻ്റെ ഒരു പ്രത്യേക ആവിഷ്കാരം ഇവിടെയുണ്ട്. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ ആധിപരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. നിന്നെപ്പോലുള്ള മറ്റു ദുഷ്ടന്മാരുണ്ടല്ലോ, അവർ നരകത്തിൽ കിടപ്പുണ്ട്, അവരെ ഉണർത്തുന്നു നിന്നെ സ്വീകരിക്കാം. ജനതകളുടെ രാജാക്കന്മാരായി അവരെ അത് സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കും. എന്നാ സിംഹാസന? നരകത്തിൽ. അവർ നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും ആദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഇതാണ് നരകം. കർത്താവ് ഉദ്ദേശിച്ച പറഞ്ഞ വാക്കുകൾ അതൊക്കെ തന്നെ. അവിടുത്തെ പുഴു ചാവില്ല, അവിടുത്തെ തീ കെടുകില്ല എന്ന് പറയാം. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. എത്ര മനോഹരമായ ശൈലിയെന്ന് ആലോചിച്ച് നോക്കി. നരകം എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ ആവിഷ്കരിക്കുക, നരകം എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. എന്നിട്ടാ പറയുന്ന പോലെ സുന്ദരമായ പ്രശസ്തമായ ആപ്തവാക്യം, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതനായ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എൻ്റെ സിംഹാസനത്തെ ഞാൻ സ്ഥാപിക്കും, ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിലെ സമാക്കം പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞില്ലേ. ഉന്നത മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. പറയാൻ ഈ നരകത്തിന് അതിലേക്ക് പോയി എന്ന് പറയും. ഇതാണ് ആദ്യത്തെ വായന. അല്ല രണ്ടാമത്തെ വായന. അതിനൊക്കെ വളരെ ക്ലിയറാണ്, അർത്ഥം അതിന് തന്നെ വ്യക്തമാണ്. ഔദ്ധത്യം അതിനുള്ള മുന്നറിയിപ്പാണ്. അഹങ്കാരം ആർക്കും അപ്പം പ്രസക്തമായ സംഗതിയായിരുന്നു. അഹങ്കരിച്ച് നിൽക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ്. എപ്പോഴും താഴ്പ്പ് നമുക്കറിയാമല്ലോ. വലിയ അഹങ്കരിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു നിമിഷം പോലെ അവന് പണി തീരും. ഇപ്പം സംഭവിക്കുന്നതാണ്, നിൽക്കുന്നവർ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതിനു മുമ്പ് ചിന്തിക്കുന്നില്ല, മരണമുള്ള ചിന്തയില്ല, മരണം ഉണ്ടെന്നുള്ള ചിന്തയില്ല. വലിയ ഭയങ്കരമായ രീതി അയൽക്കാരനുമായിട്ട് വലിയ വിദ്വേഷമായിട്ട് സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞ് നടന്നവരാണ്. ഇതാ ഒരു നിമിഷം കൊണ്ട് പണി തീരുന്നു. അതുകൊണ്ട് ഔദ്ധത്യം അത് ബാബിലോണിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, ബാബിലോൺ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അപ്പം എൽ ഷദ്ദായി എന്താ, അത്യുന്നതൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്തോട് ഒന്നിച്ച് നിൽക്കാനുള്ള താല്പര്യം. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇവൻ തോറ്റുപോയതിന് ശേഷം വാസ്തവ ഒരു പരിഹാസ കീർത്തനമാണ്. അപ്പോൾ പ്രകൃതി പോലും ഇവൻ്റെ പരാജയത്തിൽ സന്തോഷിന്നാ പറയും. അതുകൊണ്ടാണ് ലെബനോനിലെ ദേവദാരുക്കൾ സന്തോഷിക്കും, ഇനി ഞങ്ങൾ വെട്ടാൻ ആരും വരികയല്ലോ എന്ന് പറയാനിടയായി. അപ്പോൾ നിസ്സഹായരായി നിന്യനായി പാതാളത്തിലും നരകത്തിലും, ആ നരകത്തിൻ്റെ ഒരു പ്രതീകമാണ് കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാ നക്ഷത്രമായി നീ എങ്ങനെ ആകാശത്ത് വീണു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ പ്രതീകാത്മകത നിറഞ്ഞു നിൽക്കുക. നീ എങ്ങനെ വീണു, എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തപ്പെട്ടു. പ്രഭാത നക്ഷത്രത്തെ അന്നത്തെ കാലത്തുണ്ടല്ലോ, പ്രഭാത നക്ഷത്രത്തെ നമ്മുടെ ഉൾഗാത്തായി ലത്തീനിൽ ലൂസിഫർ എന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അഹങ്കരിച്ച മാലാഖയോട് തുലനം ചെയ്യുകയാണ്, ഒരു പരിഭാഷയാണ്. സഭാപിതാക്കന്മാർ ഇതിനെ പിശാചിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന സംഗതിയെ. ഉഷസ്സിൻ്റെ പുത്രൻ, രാജാക്കന്മാരെ വിശേഷിപ്പിച്ചിരുന്ന ഒരു പദം കൂടിയാണ് അന്നത്തെ കാലത്തും. അപ്പോൾ കാനാലിലും ആ തരത്തിൽ ആ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാബുലോൺ രാജാവും ഈയിടെ ഈ പേരിൽ അറിയപ്പെടുന്ന ആ രീതിയിലാണ് ഉഷസ്സിൻ്റെ പ്രഭാത പുത്രൻ എന്ന് വരെ ബാബുലോൺ രാജാവ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ കാരണം എന്നാന്ന് പറയാം, അതായത് അവർ ദേവന്മാരിൽ വലിയ ഭയങ്കര പുള്ളിയായിട്ട് അവരെ കരുതിയിരുന്നത്. ഇപ്പം ദേവന്മാരിൽ പലരും അത്യുന്നത ദേവനായ ബാലിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ വേണ്ടി ദേവന്മാർ നടന്നിരുന്ന കഥയൊക്കെ അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. സാഫോൻ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗാധ ഗർത്തം എന്ന് പറയുന്ന പാതാളത്തിൽ നടക്കുന്ന മറ്റൊരു വാക്കാണ്. അപ്പോൾ സാത്താൻ്റെ തന്ത്രം അവിടെ പരാജയപ്പെടുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ബാബിലോൺ രാജാവ് അവസാനം നല്ല ആദരവ് പോലും മൃതസംസ്കാരത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ തന്നെത്താൻ പറഞ്ഞു, ആ വചനം വളരെ ഹൃദയത്തിൽ പതിയേണ്ട, നീ തന്നെത്താൻ പറഞ്ഞു എന്നതാ, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എൻ്റെ സിംഹാസനം. ആ സ്ഥാപന അഹങ്കാരം പോകുന്ന പോക്കുണ്ട്.
ഈ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ പറയുമ്പോൾ ഇത് തന്നെയാണ്. ഉപരി ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. എന്നിട്ട് ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കും. അഹങ്കരിക്കുന്ന മനുഷ്യ, നീ ചിന്തിച്ചു പോകും, നിന്റെ അഹങ്കാരം എവിടം വരെ പോകും? എന്തിനാണ് ഈ വിദ്വേഷ അഹങ്കാരം കൊണ്ട് നടക്കുന്നത്? കർത്താവ് നൽകിയിട്ടുള്ളതല്ല നിനക്ക് എന്തുണ്ട്? നിന്റെ കഴിവും ശക്തിയൊക്കെ നിൻ്റേതാണെന്ന് നീ കരുതുന്നതുകൊണ്ടല്ലേ അഹങ്കാരം വന്ന്. ദൈവത്തിൻ്റെതാണെന്ന് കരുതിയാൽ വിനയം ഉണ്ടായില്ലേ? ദൈവം നൽകുന്ന നന്മ മാത്രമേ നിന്റെ ജീവിതത്തിലുള്ളൂ. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ ഈ അഹങ്കാരം എന്ന് പറയുന്ന പാപത്തിന് പരിഹാരമായി. പിന്നീട് നാം കാണുന്ന യൂദ, നമുക്കറിയാം യൂദാസ് എഴുതിയിരിക്കുന്ന ഒറ്റ ലേഖനമേ ഉള്ളൂ, ഒറ്റ ലേഖനം. അപ്പോൾ അത് പൈശാചിക ശക്തികളെ തിരിച്ചറിവ് നൽകുന്നതാണ്. അപ്പോൾ സ്വപ്നങ്ങളിൽ നിരാതനായി പറഞ്ഞിരിക്കാം. ആ ഭാഗം നോക്കുക, യൂദ 1:8-13 വരെ. സ്വപ്നങ്ങളിൽ നിമഗ്നനായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവർ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇത് വ്യാജ പ്രവാചകന്മാരുണ്ട്. ആദ്യ സഭയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഇന്ന അവസരങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു വിശ്വാസ പ്രമാണം കിട്ടിയത് നമുക്ക് ലഭിച്ചത് നിത്യാവസാന പ്രമാണം 327 ഒന്നായി. അത് എന്നും ഉണ്ടായതാ. ഇത് വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനങ്ങളിൽ നിന്ന് എടുത്ത് രൂപീകരിച്ച് പിതാക്കന്മാർക്ക് നൽകിയത് നമ്മൾ. അതിന് ആദ്യം വിശുദ്ധ ഗ്രന്ഥം തന്നെ ഉണ്ടായതെന്നാ, അത് 49 ശേഷം പല തെസ്സലോനിക്യ ലേഖനം ആദ്യം ഉണ്ടായിരുന്നു. അതിനുപയോഗം എന്നതായിരുന്നു? ഈശോയുടെ ഉത്ഥാന ശേഷം ന്യൂ ടെസ്റ്റ്മെന്റ് ആദ്യത്തെ രേഖയായ തെസ്സലോനിക്യ ലേഖനം ഉണ്ടാകുന്ന വരെ എന്തായിരുന്നു പ്രമാണരേഖയായിട്ട്? അന്നുണ്ടായിരുന്നതാണ് പരിശുദ്ധ കുർബാന, ദൈവാരാധന, ഉയർപ്പിനെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങൾ. ആ വിശ്വാസത്തിന്റെ കീർത്തനം ആലോചിക്കേണ്ട സമൂഹമാണ് ആരാധന സമൂഹം ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളെല്ലാം. അപ്പൊ ആ വചനങ്ങൾ അന്ന് നിലനിന്നിരുന്നു. അതുകൊണ്ട് പല ഗീതങ്ങൾ വേറെ പുസ്തകത്തിൽ കാണുന്നത് ആരാധനയ്ക്ക് പോയി ഗീതങ്ങൾ. ഉദാഹരണം ഫിലിപ്പിയാക്കൾ ലേഖനത്തിൽ 2-ാം 5-11 വാക്യങ്ങൾ മനോഹരമായ ആരാധന ഗീതം കോട്ട് ചെയ്തിരിക്കുക പൗലോസ് അവിടെ. എന്താ അവൻ ദൈവത്തോട് സമാനത ഓയിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യന്റെ സാദൃശ്യത്തിലായി മനുഷ്യനെ പോലെയായി, എന്നിട്ട് അവൻ കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ടു. എന്തൊരു ഗീതമാതം! അതുകൊണ്ട് എല്ലാ നാമത്തിലും ഉപരി ആ നാമം നൽകപ്പെട്ടു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്ങും അവന്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്ന എല്ലാ അതരങ്ങളും ഏറ്റുപറയുകയും ചെയ്യുമെന്ന് പറയുന്നത് വേദവസ്തു ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ വിശ്വാസ സത്യ ഫോർമുലയാണ്, അതിൻ്റെ ഒരു ഗീതമാണ്. ഇതുപോലെ ധാരാളം ഗീതങ്ങളുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് രൂപപ്പെട്ടു വരുന്നത്. ഓരോ സഭയ്ക്കും ആവശ്യമായ പ്രബോധനം നൽകിയത് അവിടെ നിന്നാണ്. അല്ല വേദവസ്തു ഉടനെ പെട്ടെന്ന് ഉണ്ടാകില്ല ചെയ്ത്. എത്രയാണ് ഉണ്ടായ 60 ശേഷം ആ സുവിശേഷം ഉണ്ടാകും. യോഹന്നാൻ സുവിശേഷം 90 ശേഷം ഉണ്ടാകും. 80 ശേഷം നടപടി പുസ്തകം ഉണ്ടാകും. ഇതൊക്കെ പിന്നീട് കാലങ്ങളിൽ രൂപപ്പെട്ട സമൂഹത്തിൽ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവനിവേശരായ വിശുദ്ധകാരന്മാർ രൂപീകരിച്ച് നൽകിയപ്പോഴാണ് നമുക്ക് വേദപുസ്തകം കൈ കിട്ടിയത്. അപ്പോൾ വേദപുസ്തകം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഓർക്കണം കേട്ടോ. വേദപുസ്തകം ഉണ്ടായത് എങ്ങനെയാണ്, എന്താ ഉണ്ടായത്? അതിന് മുമ്പുള്ള എന്താ? ജീവൻ ത്രസിക്കുന്ന പാരമ്പര്യങ്ങളാണ് ഉണ്ടായത്. ഞങ്ങൾ നിങ്ങളെ വചനം മുഖേനയോ കത്ത് മുഖേനയോ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് പഠിപ്പിച്ച സ്ത്രീ. അതുകൊണ്ടാണ് അത് എനിക്ക് കിട്ടിയ ഞാൻ അങ്ങോട്ട് കൈമാറുന്നു പറഞ്ഞ സഭയിൽ ദൈവിക പാരമ്പര്യമായി കൈമാറി. എന്നിട്ട് ഇവിടെ പറയാം വളരെ ഭംഗിയായിട്ട് പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പം അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാവചനം പോലും പറയാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവിനെ ശാസിക്കിട്ടത്. അതായത് ഇങ്ങനൊരു ട്രഡീഷൻ ഉണ്ട്. മോശ മരിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ മോശ സംസ്കരിച്ചു എന്ന് പറയും. ദൈവം തന്നെ സംസ്കരിച്ചു. അതിനുശേഷം എന്നിട്ട് പറയാം പിശാച് വാഗ്വാദം കൊണ്ടിരുന്നു. എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ ശരീരം. കാരണം എന്നാണ്, ഇവൻ കൊലപാതക, ഇവ ഈജിപ്തിൽ വെച്ച ആളെ ഒന്ന് കുഴിച്ചു മൂടിയതാണ്, എൻ്റേതാണെന്ന് പറയും. അപ്പോൾ ഈ ദൂതൻ എന്നാ പറഞ്ഞാൽ എതിർപ്പൊന്നും പറഞ്ഞില്ല, നിന്നെ ദൈവം ശാസിക്കിട്ടെന്ന് പറയാൻ അവൻ അപ്രത്യക്ഷനായെന്ന് പറയും. ഈ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യരാകട്ടെ അവർ ദുഷിക്കുക. അപ്പോൾ വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം പറയുന്നതാണ് ആ കാലഘട്ടത്തിൽ സഭയിൽ ഉണ്ടായിട്ടുള്ള വ്യാജ ആയിട്ടുള്ള പ്രബോധനങ്ങൾ നടത്തുന്ന ആൾക്കാരെ കുറിച്ചായി പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തോടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലിന്റെ ചുറ്റിൽ ചെന്ന് വീടുകയും കോറായുടെ പ്രലോഭനത്തിൽ നശിക്കുകയും. 3 കാര്യങ്ങളാണ്. കായേന്റെ മാർഗത്തിൽ നയിക്കാന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിന് വഴിയാണ്. ബാലിന്റെ നമുക്കറിയാമല്ലോ, സംഗീത പുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിലുള്ള ബാലെ
ലാഭത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ തള്ളിപ്പറയാൻ പോകുന്ന ആള് അവസാനം ശപിക്കാനായിട്ട് ഒരുങ്ങിയപ്പം അനുഗ്രഹം മാത്രം അത്തരത്തിൽ വന്ന കാര്യം നമുക്കറിയാം. പക്ഷെ പിന്നീട് ഈ മനുഷ്യൻ്റെ ആളുകളെ കണ്ടമാനം തെറ്റായ വഴിയിലേക്ക് നയിക്കാനായിട്ട് ഇടയായി. മൊബാൽ സ്ത്രീകളുമായിട്ട് അമിത ബന്ധം ഉണ്ടാകാൻ ഇയാൾ പ്രേരണ നൽകി. എന്തുകൊണ്ട് അങ്ങനെ തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർദ്ദയം തിന്നു കുടിച്ച് മതിക്കിനി അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്കും കളങ്കമാം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ ഈ അപ്പസ്തോലൻ നേരിട്ട പ്രതിസന്ധികളെ നേരിട്ട് ശക്തമായ രീതിയിൽ നേരിടുന്നത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കും. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർദ്ദയം തിന്നു കുടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്കും കളങ്കമാണ്. അവർ കാറ്റിൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഒരു ഒന്നാമതൊരു ഒരു സാദൃശ്യമാണ്. ജലമില്ലാത്ത മേഘത്തെ കൊണ്ട് എന്ത് പ്രയോജനം? അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യ മേഘങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ കടപുഴകിയ ഫലശൂന്യമായി ശരൽക്കാല വൃക്ഷം പോലെയാണ്. അപ്പോൾ തങ്ങൾ തന്നെ ലജ്ജയുടെ നുര ഉയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റി പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. യൂദാസിനെ എഴുതിയ ഒരു ലേഖനമേ ഉള്ളൂ. അതിനകത്ത് ഒരധ്യായമേ ഉള്ളൂ. അതിനകത്തെ കാര്യം ഈ പറഞ്ഞ പോലെ. അപ്പോൾ അന്നത്തെ കാലത്തെ വ്യാജ പ്രബോധനങ്ങളെ ശക്തിയുണ്ട് ഭയങ്കരമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു അധ്യായം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈംഗിക ധാർമ്മികത. അതിനത് ഭംഗിയായിട്ട് ഇറക്കിയിട്ട് ഉറപ്പിക്കുകയാണ്. പിന്നെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വിവേചന ബുദ്ധി. അതുപോലെ തന്നെ സ്വവർഗ വിവാഹം പോലെയുള്ള ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിലുള്ള പോക്കിനെക്കുറിച്ച് ശക്തമായ പ്രതീകാത്മകമായ രീതിയിൽ എതിർപ്പ്. മോശയുടെ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കരവാദിയാണ് ശിക്ഷാവധി ദൈവത്തിന് വിട്ടുകൊടുത്തതുകൊണ്ട് 3 കാര്യം. കായേനും അതുപോലെ ബാലാവും അതുപോലെ കോറാഹും 3 പേരുടെയും കാര്യം നമുക്കറിയാം. വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കൂടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണ് സാദൃശ്യം എന്ന് പറയുന്നത്? സ്നേഹവിരുന്നിൽ കളങ്കം ചേർത്തുന്നു. ആദിമസഭയിൽ ഇങ്ങനെ ഇന്നത്തെ പോലെ കുർബാന ക്രമം രൂപീകരിച്ചില്ല. എല്ലാവരും ഒന്നിച്ച് വന്ന് ഭക്ഷണം കഴിക്കണം. അവസാനം വൈദികനെടുത്ത് അപ്പമെടുത്ത് ആശീർവദിക്കും. അതിന് മുമ്പ് തന്നെ തിന്നും മതിച്ചും കുടിച്ചിരുന്നുകൊണ്ട് വേണ്ട വിധത്തിലുള്ള ആദരവില്ലാതെ പെരുമാറുന്നു. അതുപോലെ സ്വയം പോറ്റുന്ന ഇടയന്മാർ എന്ന് പറഞ്ഞാൽ അവർ വേണ്ട വിധത്തിൽ തമ്പുരാന് വേണ്ടിയിട്ട് മക്കളെ അന്വേഷിക്കുന്ന ഇടയന്മാരായിരുന്നില്ല. ജലമില്ലാത്ത മേഘം പോലെ ആയി തീർന്നതിനും ഫലശൂന്യ വൃക്ഷം പോലെയും തിരമാലകൾ പോലെയും വെള്ളമില്ലാത്തതും അതുകൊണ്ട് വഴിതെറ്റിയ നക്ഷത്രങ്ങൾ പോലെയും ആയിരിക്കും. ഇത്രയും ഭാഗങ്ങൾ ഈ യൂദാ ലേഖനം നമ്മോട് പറയുമ്പോഴും ഓർത്തു നോക്കുക. ഇത്ര ഭംഗിയായിട്ടാണ് അപ്പസ്തോലൻ നമ്മളെ വഴി നടത്താൻ ഇടയായതിനു ശേഷം അവസാനം ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 14 തൊട്ട് 26 വാക്യങ്ങൾ സംഭവം നമുക്കറിയാം. ഒരു പിശാച് ബാധിത ഊമനെ അവിടെ സുഖപ്പെടുത്തുകയാണ്. സുഖപ്പെടുത്തി കഴിഞ്ഞുള്ള സംഭവങ്ങൾ വിവരിക്കുക. അവിടെ എന്താ പറയുന്നത്? വളരെ ഭംഗിയായിട്ട് അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. അപ്പം ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു ചിലർ പറഞ്ഞു പിശാചിൻ്റെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിച്ചത്. വേറെ ചിലർ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇത് മനുഷ്യന് സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനെ അടയാളം ആവശ്യപ്പെടുക. അങ്ങനെ ആണെങ്കിൽ അവിടെ തന്നെ വളരെ വ്യക്തമായ കാര്യമാണ്. കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിൽ 2 തരത്തിലുള്ള അഭിപ്രായം പറയാം. ഇത് ബേൽസെബൂലിനെ കൊണ്ടാ എന്ന് തമ്പുരാന് മറുപടി പറഞ്ഞ നമ്മൾ ഭംഗിയായിരുന്നത്. അതിനുശേഷം വീണ്ടും പറയാം, അതായത് അങ്ങനെയാണെങ്കിൽ അടയാളം ആവശ്യം, സ്വർഗത്തിൽ നിന്നാണെങ്കിൽ അടയാളം ആവശ്യപ്പെടാൻ പറയാം. എന്നിട്ട് പറയാം അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അതായത് സ്വന്തം രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ആ രാജ്യം അത് നശിച്ചു പോകും. അന്ധഛിദ്രമുള്ള ഭവനവും അതുപോലെയെല്ലാം ആ രാജ്യവും തകർന്നു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ ദൗത്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് എങ്കിൽ നിങ്ങൾ പറയുക, ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് എങ്കിൽ നിങ്ങളെ പുത്രന്മാർ ആരെ കൊണ്ടാണ്? നിങ്ങളുടെ പുത്രന്മാരെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. എന്താ പറയുന്നത്? സാത്താൻ ഇടിമിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു, ആകാശം കണ്ടു എന്ന് പറയാൻ ആ സംഭവമാണ്. ഓർത്ത് നോക്കിയേ. ആ നിങ്ങളുടെ പുത്രന്മാരെന്ന് പറയും. അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കണമെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തനായുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവന് അത് അവകാശപ്പെടുത്തുകയും കൊള്ള മുതൽ പങ്കിടുകയും ചെയ്യും. കാരണം എന്നാ പറഞ്ഞാൽ ശക്തനായവൻ പിശാചാണ്. ഈശോ അതിൻ്റെ ഇരട്ടി ശക്തിയുള്ളയാളാണ്. അതുകൊണ്ട് ഈ പിശാചിനെ പിടിച്ചെന്നാൽ കർത്താവ് വന്നു കഴിയുമ്പോൾ പിശാചിൻ്റെ ശക്തിയെല്ലാം പോകും. അത് പിശാചിൻ്റെത് അല്ല, കർത്താവിൻ്റേത്. എന്നിട്ട് പറയാം എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് ശേഖരിക്കാത്തവൻ ചിതറിച്ചു. അവിടെ എന്താ അങ്ങനെ പറയാൻ കാര്യം?
എന്നോടുകൂടി അല്ലാത്തവൻ എനിക്ക് എതിരാന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഫ്ലാറ്റായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കണം. കർത്താവ് പറഞ്ഞ നമ്മുടെ ജീവിതത്തെ ഒരു ആത്മീയ യുദ്ധമായിട്ട് കാണുക. അവിടെ ഒരു തീരുമാനം എടുക്കുന്ന എനിക്ക് ചുമതലയുണ്ട്. ഐദർ ഓർ. ഒന്നുകിൽ യേശുവിൻ്റെ കൂടെ അല്ല യേശുവിനെതിരെ. അപ്പോൾ യേശുവിനെതിരാണെങ്കിൽ യേശുവിൻ്റെ കൂടെ അല്ലല്ലോ. അപ്പോൾ യേശുവിൻ്റെ കൂടെ. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഭയങ്കര നിർദ്ദേശമാണ് പറയുന്നത്. എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം നേടി അലഞ്ഞു നടക്കും. അന്നത്തെ വിശ്വാസമാണ് ഈ പറയുന്ന ശുദ്ധനായ ദുഷ്ടനായ ആത്മാവ് ഇങ്ങനെ വരണ്ട് നടക്കുമെന്നാണ് പറയും. അതുകൊണ്ട് അത് കണ്ടെത്താനാവാതെ അവന് പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അശുദ്ധാത്മാക്ക് ഇറക്കി വിട്ടിട്ട് അശുദ്ധാത്മാ തിരിച്ച് ഇവനിലേക്ക് തന്നെ വരും. അവൻ വരുമ്പോഴോ അന്ന് വന്നിട്ട് അവൻ നോക്കുമ്പം വീട് അടിച്ചു വാരി സജ്ജീകരിച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവരെ അവിടെ പ്രവേശിപ്പിച്ച് വാസമർപ്പിക്കുന്നു. അങ്ങനെ അവൻ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായി തീരുന്നു. എന്താ അതിൻ്റെ കാരണം? അതായത് പിശാചിനെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഹൃദയം ശുദ്ധമായി എന്ന് വിചാരിക്കേണ്ട. അവിടെ ഈശോയെ പ്രതിഷ്ഠിക്കണം. പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല എങ്കിൽ പിശാച് 7 വരെ കൂടെ കൊണ്ടുവരും. 7 പൂർണ്ണതയുടെ വാക്യമാണ്. കർത്താവ് പറഞ്ഞ എന്തോ വ്യക്തമായ കാര്യം. മാനസാന്തരപ്പെട്ടു, കുമ്പസാരിച്ചു, ഒക്കെ നന്നായി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നിരന്തരമായ വചനധ്യാനത്തിലൂടെയും ഈശോയുടെ സാന്നിധ്യ ഹൃദയത്തിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നീ നന്മയെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ഹൃദയം ശൂന്യമാണെങ്കിൽ പിശാച് അടുത്ത പിശാച് കയറണത്തിനെ കൊണ്ടുവരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അധികാരത്തുള്ള ആ വിധേയത്വം എവിടെ നിന്നാണ് ഈശോയ്ക്ക് ഇത് കിട്ടിയിരിക്കുന്നത്? ഈ പിതാവിൽ നിന്നാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കരമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാതെ ബേൽസബൂബിൽ നിന്നാണെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നു? ഊമൻ ഇവിടെ സംസാരിച്ചു. അപ്പോൾ ബേബൽസൂബിൽ നിന്നാണെങ്കിൽ കർത്താവിന് മറുപടി പറയാം. അതെങ്ങനെയാ? ഒരുത്തൻ അതിൻ്റെ ഭവനത്തിനെതിരായിട്ട് അവൻ തന്നെ നിന്ന് കഴിഞ്ഞാൽ നശിച്ചു പോയില്ലേ? അതുകൊണ്ട് പിശാചിൻ്റെ ഭവനത്തിൻ്റെ എതിരായിട്ട് എന്താ അങ്ങനെ അത് ശിഥിലീകരിക്കപ്പെട്ട പോവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് ഭംഗിയായിട്ട് മറുപടി നോക്കിയിട്ട് അടയാളം ചോദിച്ചോളം പറയാം. മറുപടി 3 കാര്യങ്ങളാണ്. ഒന്നത്തെ കാര്യം എടുത്ത് പറയുന്നതാണ്, അതായത് രാജ്യം, അതിൻ്റെ കുടുംബം, പലസ്തീനായിലെ അത്ഭുത പ്രവർത്തനം, ദൈവത്തിൻ്റെ കരം. ഈ 3 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അത് വിശദീകരിക്കും. നമുക്ക് ആ ഭാവം വളരെ ക്ലിയറാണ്. അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാരെ പിശാചിനെ ബഹിഷ്കരിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. 12 പേരും പിന്നെ 72 പേരും. അവരാരുടെ കാര്യം കൊണ്ടാണ് ഈ പിശാചിനെ ബഹിഷ്കരിച്ചെന്നാൽ ചോദിക്കും. ബേൽസബൂലാണ്? അല്ലല്ലോ. എന്നിട്ട് പറയാം, ഇതെങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. കർത്താവ് വന്നാൽ കൂടി ദൈവരാജ്യമുണ്ട്. ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഈ പിശാചിനെ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കും. എന്നിട്ട് വീണ്ടും പറയാം, ഈജിപ്തിൽ നിന്ന് മോചനം കിട്ടിയ എങ്ങനെ ആരുടെ കരം കൊണ്ടാണ്? പുറപ്പാടിൻ്റെ പുസ്തകം എടുത്ത് നോക്കുകയും 8-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും പുറപ്പാട് 8:15 ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. 10 അത്ഭുതങ്ങളെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ കരം പോലെ ഇവിടെ ഈശോയുടെ കരം വഴിയായിട്ടാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സാത്താൻ ശക്തനാ, പക്ഷേ ഈശോ അവൻ്റെ മേൽ ശക്തിയുള്ളവനാണ്. ഇപ്പം സാത്താൻ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കർത്താവ് വന്നു കഴിയുമ്പം അവൻ അപ്രത്യക്ഷനാവും. അപ്പം സാത്താൻ്റെത് കർത്താവ് തിരിച്ചു പിടിക്കും. അപ്പോൾ എന്നോട് അല്ലാത്തവൻ അവൻ എനിക്കെതിരാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഐദർ ഓർ. യു ടേക്ക് എ ഡിസിഷൻ ഐദർ ഫോർ ജീസസ്. അല്ലാതെ നമുക്ക് ജീവിതമല്ല. ഒന്നിൽ ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈശോയ്ക്കെതിരെ. അക്കാര്യം ഓർത്തിരിക്കാം. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ സംസാരിച്ചു. അതിനുശേഷം അവർ എടുത്ത തീരുമാനങ്ങൾ യേശുവിന് വേണ്ടി എന്നുള്ളതിൻ്റെ തീരുമാനം അവർ നിർവഹിക്കപ്പെട്ടു. സന്തോഷിച്ചു, വിജയിച്ചു. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ കൂടാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ കർത്താവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനും കഴിയണം. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ വളരെ കൃത്യമാണ്. വെറുതെ നമ്മുടെ ആത്മാവിനെ ഇടരുത്, അലസമായിട്ട് കഴിയരുത്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കൂടെ എന്നുള്ള ബോധനം നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാകും. ഈശോ നമ്മളുടെ കൂടെ. അതുകൊണ്ട് പിശാചിൻ്റെ വാസസ്ഥലമാക്കാൻ നമ്മൾ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല. അന്നത്തെ വിശ്വാസമാണ് അലിഞ്ഞു തിരിഞ്ഞ് പിശാച് നടക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ആ വിശ്വാസത്തെ കൂട്ടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവൻ തിരിച്ചു വരും എന്നുള്ള ശരിയാണ്. തിന്മയുടെ ശക്തി തിരിച്ചു വരും. നീ നല്ല കുമ്പസാരം നടത്തി മാനസാന്തരപ്പെട്ട് വലിയ ചിലം പോയി കഴിയുമ്പം കർത്താവിനെ പ്രതിഷ്ഠിക്കുന്നില്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മൾ വീണ് പോകുന്നത്. അതുകൊണ്ട് 7 പിശാചുകൾ പറയുന്ന പൂർണ്ണതയാണ്. അങ്ങേ അറ്റത്തെ നാശം, പിന്നെ രക്ഷപ്പെടില്ല. അതുകൊണ്ട് അവസരങ്ങളിൽ എപ്പോഴും ആപത്ത് വിളിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇത് കേട്ട് കർത്താവിൻ്റെ ഈ ഭാഗങ്ങൾ വായിച്ചു നോക്കി. ആ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ആവേശപരിത എണീറ്റ് നിന്ന് പറയുക, ഇത് കേട്ടിട്ട് പറയാം, നിന്നെ സംവഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പ്രയോജനങ്ങളും ഭാഗ്യമുള്ളവ എന്ന് വിളിച്ചു പറയും. നമ്മളിവിടെ അവസാനിപ്പിക്കുക. ഇന്നത്തെ വചനമാകും മുഴുവൻ തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. അതിൻ്റെ അവസാനം വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.